എസെൻഷ്യൽ ഇംഗ്ലീഷ് ഗ്രാമർ ഫോർ മലയാളി സ്പീക്കേഴ്സ് എന്ന ഈ സീരീസിലെ രണ്ടാമത്തെ അധ്യായമാണ്, രണ്ടാമത്തെ യൂണിറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ അധ്യായം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആം, ഈസ്, ആർ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ പഠിച്ചത്. ആം, ഈസ്, ആർ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതും അതിൻ്റെ കുറച്ച് ഡ്രില്ലുകളും ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ അധ്യായത്തിൽ ആം, ഈസ്, ആർ എന്നുള്ളത് എങ്ങനെയാണ് ചോദ്യരൂപമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. നോക്കാം. ആം, ഈസ്, ആർ യൂണിറ്റ് 2 ആം, ഈസ്, ആർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, പോസിറ്റീവും ക്വസ്റ്റ്യൻസും തമ്മിലുള്ള വ്യത്യാസമാണ് ആദ്യം രണ്ട് കോളങ്ങളിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ആദ്യം പോസിറ്റീവ് ഐ ആം, ഹീസ്, ഷീസ്, ഇറ്റ് ഈസ്, വി ആർ, യു ആർ, ദേ ആർ എന്നിങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓൾറെഡി നമുക്കറിയാം ആം എന്നുള്ളത് ഐക്ക് ശേഷവും ഈസ് എന്നുള്ളത് ഏകവചനങ്ങൾക്ക് ശേഷം ആർ എന്നുള്ളത് ബഹുവചനങ്ങൾക്ക് ശേഷവുമാണ് ഉപയോഗിക്കുന്നത്. ഇനി ചോദ്യം ഉണ്ടാക്കുമ്പോൾ മലയാളത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഒരു മാരീഡ് ആണോ എന്നുള്ളത് ആണ് എന്നുള്ളതാണ് പോസിറ്റീവ്. ആണ് എന്നുള്ളത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യമായി മലയാളത്തിൽ. ആ ആണ് എന്നുള്ള ഭാഗം നമ്മൾ ഒരു അനുപ്രയോഗം നടത്തി നോ എന്നാക്കി കഴിഞ്ഞാലാണ് ചോദ്യമാവുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ ഈ സബ്ജക്റ്റിന് മുമ്പ് നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത് അതിനു മുമ്പ് ഈ ആം, ഈസ്, ആർ പോലെയുള്ള ഓക്സിലറി, ഇതെല്ലാം ഓക്സിലറി ഗണത്തിലാണ് വരുന്നത്. ഇതിനെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ചെയ്യേണ്ടത്. ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുക. ഇതാണ് ഇംഗ്ലീഷിലും മലയാളവും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. അതായത് ചോദ്യമുണ്ടാക്കാൻ നമ്മൾ സബ്ജക്റ്റിന് മുമ്പ് ആം, ഈസ്, ആർ പോലെയുള്ള ഓക്സിലറികളെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഐ ആം എന്നുള്ളത് ആം ഐ, ഞാനാണോ എന്നർത്ഥം വരും. ഈസ് ഹി, അവനാണോ. ഈസ് ഷി, അവളാണോ. ഈസ് ഇറ്റ്, അതാണോ എന്നർത്ഥം. ആർ വി, നമ്മളാണോ. ആർ യു, നിങ്ങളാണോ. ആർ ദേ, അവരാണോ. ഓക്കെ, ഇനി നമുക്ക് ഉദാഹരണം നോക്കാം. വാട്ട്സ് യുവർ നെയിം? ഡേവിഡ്. അപ്പോൾ ഇവിടെ യുവർ നെയിം എന്നുള്ളതിൻ്റെ മുന്നെയാണ് ഈസ് വന്നിട്ടുള്ളത്. ആർ യു മാരീഡ്? നിങ്ങൾ കല്യാണം കഴിച്ച ആളാണ്. യു ആർ മാരീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കല്യാണം കഴിച്ച ആളാണ്. ആർ യു മാരീഡ്? ആർ സബ്ജക്റ്റിന് മുന്നേ കൊണ്ടുവന്നപ്പോൾ കല്യാണം കഴിച്ച ആളാണോ എന്നായി. നോ, ഐ ആം സിംഗിൾ. ഹൗ ഓൾഡ് ആർ യു? നിങ്ങൾക്ക് എത്ര വയസ്സാണ്? 25. ആർ യു എ സ്റ്റുഡൻറ്റ്? നിങ്ങളൊരു വിദ്യാർത്ഥിയാണോ? ആർ ആദ്യം വന്നപ്പോൾ സ്റ്റുഡൻ്റായി. നിങ്ങളൊരു വിദ്യാർത്ഥിയാണ് എന്നാണ് പറയുന്നതെങ്കിൽ യു ആർ എ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഈ പൊസിഷൻ മാറുമ്പോൾ ഇംഗ്ലീഷിൽ അർത്ഥം മാറുന്നു എന്നുള്ളതാണ്. സബ്ജക്റ്റിന് മുമ്പ് ആം, ഈസ്, ആർ എല്ലാം സബ്ജക്റ്റിന് മുമ്പാണ് വരുന്നതെങ്കിൽ ആണോ എന്ന ചോദ്യം വരുന്നു. സബ്ജക്റ്റിന് ശേഷമാണ് വരുന്നതെങ്കിൽ ആണ് എന്ന പ്രസ്താവന വരുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇതാണ് മലയാളം ഗ്രാമറുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ വ്യത്യാസങ്ങളിലൊന്ന്. ഇത് വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതേപോലെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പല ക്വസ്റ്റ്യനുകളും ഉണ്ടാക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺസ് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം. ആദ്യം WH വേർഡ്, വാട്ട്, വെന്ന്, വേർ പോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു. അതിനുശേഷം ആർ ഉപയോഗിക്കുന്നു. അതിനുശേഷം സബ്ജക്റ്റ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആ പാറ്റേൺ മാറിക്കഴിഞ്ഞാൽ അത് അർത്ഥം മാറും എന്നുള്ളത് കൊണ്ട് അത് നമ്മൾ ആ പാറ്റേണിന്, ആ സ്ട്രക്ചറിന് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. എം ഐ ലേറ്റ്? ഞാൻ നേരം വൈകിയിരിക്കുകയാണോ? നോ, യു ആർ ഓക്കെ. അല്ല, നിങ്ങൾ സമയത്ത് തന്നെയാണ്. അവിടെ ആം എന്നുള്ളത് ആദ്യം വന്നു, ഐക്ക് മുന്നേ വന്നു, അതുകൊണ്ടാണ് ചോദ്യമായത്. ഓക്കെ, അല്ലെങ്കിൽ ഐ ആം ലേറ്റ് എന്നാണ് പറയുന്നതെങ്കിൽ അത് ചോദ്യമല്ല, ഞാൻ ലേറ്റ് ആണ് എന്നുള്ള പ്രസ്താവനയായി മാറും. ഈസ് യുവർ മദർ അറ്റ് ഹോം? നിങ്ങളുടെ അമ്മ വീട്ടിലാണോ? വേണ്ട, ഈസ് എന്നുള്ളത് ആദ്യം വന്നു. യുവർ മദർ എന്ന സബ്ജക്റ്റിന് മുമ്പ് വന്നതുകൊണ്ടാണ് അത് ചോദ്യമായത്. അത് സബ്ജക്റ്റിന് ശേഷമാണ് വരുന്നതെങ്കിൽ അതൊരു പ്രസ്താവനയായിട്ടാണ് മാറുക. യുവർ മദർ ഈസ് അറ്റ് ഹോം, നിങ്ങളുടെ അമ്മ വീട്ടിലാണ് എന്നർത്ഥം വരും. ഈസ് ആദ്യം വന്നതുകൊണ്ട് അത് ചോദ്യമായി. അപ്പോൾ അതിൻ്റെ ആൻസർ നോ, ഷീസ് ഔട്ട്, അവൾ പുറത്താണ്. ആർ യുവർ പാരൻസ് അറ്റ് ഹോം? നിങ്ങളുടെ പാരൻസ് വീട്ടിലാണോ? ഓക്കെ, അവിടെ യുവർ പാരൻസ് എന്നുള്ളത് ബഹുവചനമാണ്, അതുകൊണ്ടാണ് ആർ ഉപയോഗിച്ചത്. യുവർ മദർ എന്നുള്ളത് ഏകവചനമാണ്, അതുകൊണ്ട് ഈസ് ഉപയോഗിക്കുന്നു. അപ്പോൾ യുവർ പാരൻസ് ആർ അറ്റ് ഹോം എന്നാണ് പറയുന്നതെങ്കിൽ വീട്ടിലാണ് എന്ന പ്രസ്താവനയായി മാറുന്നു. ആർ എന്നുള്ളതിനെ നമ്മൾ യുവർ പാരൻസ് എന്നുള്ളതിന് മുന്നേ കൊണ്ടുവരുമ്പോൾ അത് പാരൻസ് ആണോ എന്നുള്ള ചോദ്യമായി മാറുന്നു. അതിൻ്റെ ഉത്തരം നോ, ദേ ആർ ഔട്ട്, അവർ പുറത്താണ് എന്നർത്ഥം. ഇസ് ഇറ്റ് കോൾഡ് ഇൻ യുവർ റൂം? നിന്റെ റൂമിൽ തണുപ്പാണോ? യെസ്, എ ലിറ്റിൽ, കുറച്ച്. അപ്പോൾ ഈസ് ഇറ്റ് ആണോ? ഇറ്റ് ഈസ് ആണെങ്കിൽ ആണ് എന്നർത്ഥം. ഇറ്റ് ഈസ് കോൾഡ് ഇൻ മൈ റൂം എന്നാണ് വരുന്നതെങ്കിൽ തണുപ്പാണ് എന്നർത്ഥം വരും. ഈസിനെ ആദ്യം കൊണ്ടുവരുമ്പോൾ തണുപ്പാണോ എന്ന ചോദ്യമായി മാറുന്നു. യുവർ ഷൂസ് ആർ നൈസ്, ആർ ദേ ന്യൂ? നിങ്ങളുടെ ഷൂസ് വളരെ നൈസാണ്, അവ പുതിയതാണോ? യുവർ ഷൂസ് കഴിഞ്ഞതിന് ശേഷം ആർ വരുന്നു, അതുകൊണ്ട് അതെന്തായി, അതൊരു പ്രസ്താവനയായി മാറി. യുവർ ഷൂസ് ആർ നൈസ്, നിങ്ങളുടെ ഷൂസ് നൈസാണ്. അപ്പോൾ ആർ യുവർ ഷൂസ് നൈസ് എന്നാണെങ്കിൽ ചോദ്യമായി മാറും അത്. ഓക്കെ, നൈസ് ആണോ എന്നോ. ആർ ദേ ന്യൂ, അവർ പുതിയതാണോ? ആർ ആദ്യം വന്നതുകൊണ്ട് എന്താണ്, അത് ചോദ്യമായി മാറുന്നു. ഉത്തരം ദേ ആർ ന്യൂ, പുതിയതാണ് എന്ന പ്രസ്താവനയായി മാറുന്നു ആർ ഇങ്ങോട്ട് മാറ്റുമ്പോൾ. അപ്പോൾ ഈ പൊസിഷൻ മാറ്റുമ്പോൾ അർത്ഥം മാറുന്നു എന്നുള്ളത്
നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് മലയാള ഭാഷാ ഗ്രാമറിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനി കുറച്ച് ഉദാഹരണത്തിന്, ഈസ് ഹി അറ്റ് ഹോം, അദ്ദേഹം വീട്ടിലാണോ? ഈസ് യുവർ മദർ അറ്റ് ഹോം, നിങ്ങളുടെ മദർ വീട്ടിലാണോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നോ, ഈസ് അറ്റ് ഹോം യുവർ മദർ എന്ന് പറയില്ല, അപ്പോൾ ചോദ്യം അല്ലാതായി മാറും. ഇതേപോലെ തന്നെയാണ് വരുന്നത്. ഈസ് ആദ്യം വരണം, പിന്നെ സബ്ജക്റ്റ് വരണം, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വരണം. ഓക്കെ, അത് നോക്കൂ. ആർ ദേ ന്യൂ, അവ പുതിയതാണോ? ആർ യുവർ ഷൂസ് ന്യൂ, നിങ്ങളുടെ ഷൂസ് പുതിയതാണോ? നോട്ട് ആർ ന്യൂ യുവർ ഷൂസ് എന്ന് പറയില്ല. ഓക്കെ, ആർ കഴിഞ്ഞതിന് ശേഷം യുവർ ഷൂസ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ന്യൂ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ബി, രണ്ടാമത്തെ സെക്ഷനിൽ വേർ, വാട്ട്, ഹൂ, ഹൗ, വൈ ഇവയെക്കുറിച്ച് ആണ് പറയുന്നത്. അതിൻ്റെ അർത്ഥങ്ങൾ എന്താണ്? വേർ എന്ന് പറഞ്ഞാൽ എവിടെ, വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത്, ഹൂ എന്ന് പറഞ്ഞാൽ ആര്, ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ, വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എന്നർത്ഥം. ഓക്കെ, വേർ ഈസ് യുവർ മദർ, എവിടെയാണ് നിങ്ങളുടെ മദർ? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ പാറ്റേൺ ആദ്യം WH വേർഡ്സുകൾ വരണം, അതിനുശേഷം ആം, ഈസ്, ആർ പോലത്തെ ഇത് വരണം. അത് കഴിഞ്ഞ ശേഷമാണ് സബ്ജക്റ്റ് വരാൻ പാടും. ഓക്കെ, വേർ യുവർ മദർ ഈസ് എന്ന് വരരുത്, വേർ ഈസ് യുവർ മദർ എങ്കിൽ മാത്രമാണ് അത് ചോദ്യമാകുന്നത്. ഈസ് ഹി അറ്റ് ഹോം, അവൾ വീട്ടിലാണോ എന്നർത്ഥം. ഓക്കെ, വേർ ആർ യു ഫ്രം, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, മീൻസ് നിങ്ങൾ എവിടെ ജനിച്ച് വളർന്ന സ്ഥലം എവിടെയാണ് എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, കാനഡ. ആൻഡ് വാട്ട് കളർ ഈസ് യുവർ കാർ, എന്ത് കളറാണ് നിങ്ങളുടെ കാർ? ഇറ്റ്സ് റെഡ്. ഹൗ ഓൾഡ് ഈസ് ജോ, ജോ എത്ര വയസ്സായ, ഹൗ ഓൾഡ് എന്നുള്ള ഏജ് എന്നുള്ളതല്ല ഉപയോഗിക്കുന്നത്, ഹൗ ഓൾഡ് എന്നാണ് ഇംഗ്ലീഷിൽ വയസ്സിനെ കുറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ജോക്ക് എത്ര വയസ്സായി? ആൻഡ് ഹീസ് 24. ഹൗ ആർ യുവർ പാരൻസ്, നിങ്ങളുടെ പാരൻസ് എങ്ങനെ ഇരിക്കുന്നു, അതായത് സുഖമാണോ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ ആർ ദേ വെൽ, അവർക്ക് സുഖമാണോ എന്നുള്ള അർത്ഥത്തിൽ. വൈ ആർ യു ആംഗ്രി, നിങ്ങൾ എന്തുകൊണ്ടാണ് ദേഷ്യം പിടിച്ചിരിക്കുന്നത്? ഓക്കെ, എന്തുകൊണ്ടാണ് എന്നാണ് അർത്ഥം വരുന്നത്. വൈ ആർ യു, വൈക്ക് ശേഷം ആർ വരുന്നു, അതിനുശേഷമാണ് യു വരുന്നത്. വൈ യു ആർ ആംഗ്രി എന്നല്ല പറയാം, വൈ ആർ യു ആംഗ്രി എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഹൗ മച്ച് ആർ ദീസ് പോസ്റ്റ് കാർഡ്സ്, ഈ പോസ്റ്റ് കാർഡ്സിന് എന്താണ് വില? അപ്പോൾ ഹൗ മച്ച് ആർ എന്താണ് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. ഓക്കെ, ഹൗ മച്ച് ദീസ് പോസ്റ്റ് കാർഡ്സ് ആർ എന്നല്ല, ഹൗ മച്ച് കഴിഞ്ഞതിന് ശേഷം ആർ എന്ന് തന്നെ വരണം. ഓക്കെ, പോസ്റ്റ് കാർഡ്സ് ഒന്നിൽ കൂടുതലായതുകൊണ്ടാണ് ആർ ഇവിടെ ഉപയോഗിക്കുന്നത്. 50 pence എന്നുള്ള ഉത്തരം പറയുന്നു. ഇനി അതിൻ്റെ ഷോർട്ട് ഫോമുകളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. വാട്ട്സ് എന്നുള്ളത് വാട്ട് ഈസ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഹൂസ് എന്നുള്ളത് ഹൂ ഈസ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഹൗസ് എന്നുള്ളത് ഹൗ ഈസ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. വേർഡ്സ് എന്നുള്ളത് വേർ ഈസ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. വാട്ട്സ് ദ ടൈം, കേട്ടോ, വാട്ട്സ് ദ ടൈം, വാട്ട് ഈസ് ദ ടൈം എന്നല്ല പറയുമ്പോൾ അത് വാട്ട്സ് ദ ടൈം എന്നാണ് പറഞ്ഞത്. ഹു ഇസ് ദാറ്റ് മാൻ, ആരാണ് ആ ആള്? വേഴ്സ് ജിൽ, ജിൽ എവിടെയാണ്? ഹൗ ഇസ് യുവർ ഫാദർ, നിൻ്റെ ഫാദറിന് എങ്ങനെയുണ്ട്, മീൻസ് സുഖമാണോ എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, അതിൻ്റെ ഷോർട്ട് ആൻസേഴ്സ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതൊരു ചിത്രം കൊടുത്തിട്ട് ദാറ്റ്സ് മൈ സീറ്റ്, നോ ഇറ്റ്സ് ഇൻഡ് എന്നാണ് ഷോർട്ട് ആൻസർ വരുന്നത്. അപ്പോൾ യെസ് ഐ ആം എന്ന് പറയുന്നു. അവനാണെങ്കിൽ അല്ലെങ്കിൽ ഏകവചനാണെങ്കിൽ യെസ് ഹീസ് എന്നോ യെസ് ഷീസ് എന്നോ യെസ് ഇറ്റ് ഈസ് എന്നോ ആണ് ഉത്തരം പറയേണ്ടത്. ബഹുവചനാണെങ്കിൽ യെസ് വി ആർ, യെസ് യു ആർ, യെസ് ദേ ആർ എന്നാണ് ആൻസർ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, ആം, ഈസ്, ആർ എന്നിവ ചോദിച്ചുകൊണ്ടുള്ള ആൻസർ പറയുന്നത്. അതിൻ്റെ നെഗറ്റീവ് ആണെങ്കിൽ നോ ഐ ആം നോട്ട്, ഓക്കെ, നോ ഹീ ഈസ് നോട്ട്, നോ ഷീ ഈസ് നോട്ട്, നോ ഇറ്റ് ഈസ് നോട്ട്, അല്ലെങ്കിൽ നോ ഹീ ഈസ് ഇൻറ്റ്, നോ ഷീ ഈസ് ഇൻറ്റ്, നോ ഇറ്റ്സ് ഇൻറ്റ് എന്നിങ്ങനെയാണ് ഉത്തരം വരുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ ഷോർട്ട് ഫോമുകളുണ്ട് എന്ന് ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ രണ്ട് രീതിയിൽ ഉത്തരം പറയാമെന്നർത്ഥം. നോ വി ആർ ഇൻറ്റ്, വി ആർ നോട്ട്, നോ യു ആർ നോട്ട്, നോ ദേ ആർ നോട്ട്, അങ്ങനെയും പറയാം. അല്ലെങ്കിൽ നോ വി ആർ ഇൻറ്റ്, നോ യു ആർ ഇൻറ്റ്, നോ ദേ ആർ ഇൻറ്റ്, അങ്ങനെയും ഉത്തരം പറയാം. കുറച്ച് ഉദാഹരണം അടിയിൽ കൊടുത്തിരിക്കുന്നു. ആർ യു ടയേർഡ്, നിങ്ങൾ ടയേർഡാണോ? യെസ് ഐ ആം. ഓക്കെ, ആർ യു ഹംഗ്രി, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? നോ ഐ ആം നോട്ട് ബട്ട് ഐ ആം തേഴ്സ്റ്റി, പക്ഷേ എനിക്ക് ദാഹിക്കുന്നുണ്ട്. എനിക്ക് വിശക്കുന്നില്ല, പക്ഷേ എനിക്ക് ദാഹിക്കുന്നുണ്ട്. ഈസ് യുവർ ഫ്രണ്ട് ഇംഗ്ലീഷ്, നിങ്ങളുടെ ഫ്രണ്ട് ഇംഗ്ലീഷുകാരനാണോ? യെസ് ഹീസ്, അദ്ദേഹം ഇംഗ്ലീഷുകാരനാണ്. ആർ ദീസ് യുവർ കീസ്, ഇത് നിങ്ങളുടെ കീ ആണോ? യെസ് ദേ ആർ. ഓക്കെ, ദാറ്റ്സ് മൈ സീറ്റ്, നോ ഇറ്റ്സ് ഇൻറ്റ്, അതെൻ്റെ സീറ്റാണ്, അല്ല അത് നിങ്ങളുടെ സീറ്റല്ല. അപ്പോൾ നോക്കൂ, ആർ എല്ലാം ആദ്യം വരുമ്പോൾ ചോദ്യമാകുന്നു എന്നുള്ളത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ യൂണിറ്റ് 1 ഇതിൻ്റെ ആം, ഈസ്, ആർ എന്നുള്ളതിൻ്റെ പോസിറ്റീവ് സെൻറ്റൻസുകളെ കുറിച്ച് പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ഫോമുകളെ കുറിച്ച് പഠിക്കാൻ യൂണിറ്റ് 43 പറയുന്നുണ്ട്. ആൻഡ് വാട്ട്, വിച്ച്, ഹൗ എന്നിങ്ങനെയുള്ള വാക്കുകളുടെ ഡീറ്റെയിൽ യൂസേജ് നിങ്ങൾക്ക് പഠിക്കാൻ യൂണിറ്റ് 46 പറയുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ എക്സസൈസുകളാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒന്ന്, ഫൈൻഡ് ദ റൈറ്റ് ആൻസേഴ്സ് ഫോർ ദ ക്വസ്റ്റ്യൻ. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസറുകൾ നിങ്ങൾ കണ്ടെത്തണമെന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. വേർ ഇസ് ദ ക്യാമറ, ക്യാമറ എവിടെയാണ്? അതിൻ്റെ ഉത്തരം ഇവിടെ ഒന്നാമത് ജി എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ജി എന്നുള്ളത് ഇൻ യുവർ ബാഗ് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ ഈസ് യുവർ കാർ ബ്ലൂ എന്നുള്ളതിൻ്റെ ഉത്തരം ഇതിൽ നിന്ന് കണ്ടെത്തി നിങ്ങൾ എഴുതണം. ഈസ് ലിൻഡ ഫ്രം ലണ്ടൻ,
അതിൻ്റെ ഉത്തരം കണ്ടെത്തി എഴുതണം. am I late എന്നുള്ളതിൻ്റെ ഉത്തരം കണ്ടെത്തി എഴുതണം. where's and from അതിൻ്റെ ഉത്തരം. അങ്ങനെ ഈ 9 എണ്ണത്തിൻ്റെയും ഉത്തരം കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് എക്സസൈസുകൾ. ഈ ഉത്തരം കണ്ടെത്തി എഴുതിയതിന് ശേഷം അവ ശരിയാണോ എന്നുള്ളത് ആൻസർ കീ അവസാന പേജുകളിൽ പോയി നിങ്ങൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിന് ശേഷം അത് തെറ്റ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. തെറ്റ് മനസ്സിലാക്കിയിട്ട് അത് ശരിയാക്കാൻ വീണ്ടും നമ്മൾ ഈ പാഠം ഒന്നുകൂടി പഠിച്ചു നോക്കണം എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഇനി രണ്ടാമത്തെ എക്സസൈസ് നോക്കാം. മേക്ക് ക്വസ്റ്റ്യൻസ് വിത്ത് ദീസ് വേർഡ്സ്. യൂസ് ഈസ് ഓർ ആർ. ഈസോ അല്ലെങ്കിൽ ആറോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അറ്റ് ഹോം യുവർ മദർ, 2 വാക്കാണ് കൊടുത്തിട്ടുള്ളത്. ഈസ് യുവർ മദർ അറ്റ് ഹോം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനെല്ലാം വരുന്നത്, അതായത് LD ക്ലർക്ക് എക്സാം, PSC മറ്റ് PSC എക്സാമുകൾ, HSA എക്സാമുകൾ എല്ലാം, അല്ലെങ്കിൽ SSLC ഗ്രാമർ, ഇതേപോലത്തെ കുറേ ചോദ്യങ്ങളുണ്ടായിരിക്കും. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ വളരെയധികം എക്സാമിന് വരുന്ന ചോദ്യങ്ങളുമായി പരിചയപ്പെടാൻ ഉപകാരപ്പെടും എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നോക്കൂ, അറ്റ് ഹോം യുവർ മദർ എന്നുള്ളതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസ് യുവർ മദർ അറ്റ് ഹോം എന്നുള്ളതാണ് അതിൻ്റെ ചോദ്യം വരുന്നത്. അതേപോലെ യുവർ പാരൻസ് വെൽ, ആർ യുവർ പാരൻസ് വെൽ എന്നുള്ള ചോദ്യം ഉണ്ടാക്കി. അതേപോലെ ഇൻട്രസ്റ്റിംഗ് യുവർ ജോബ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു ചോദ്യം ഉണ്ടാക്കണം. ദ ഷോപ്പ് ഓപ്പൺ ടുഡേ എന്നുള്ളതിൻ്റെ ചോദ്യം ഉണ്ടാക്കണം. ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ് എന്നുള്ളതിൻ്റെ ചോദ്യം ഉണ്ടാക്കണം. അങ്ങനെ 8 ചോദ്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുക. ഉണ്ടാക്കിയതിന് ശേഷം അവ ചെക്ക് ചെയ്യുക. ആൻസർ കീ പോയിട്ട് ചെക്ക് ചെയ്യുക. തെറ്റുള്ളത് ഏതാണെന്ന് നോക്കുക. തെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ലെസണിലേക്ക് തിരിച്ചു വരിക, എന്നിട്ട് വീണ്ടും പഠിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. മൂന്നാമത്തെ എക്സസൈസ് നോക്കൂ. കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻ. യൂസ് വാട്ട്, ഹൂ, വേർ ആൻഡ് ഹൗ. ഓക്കെ, ഹൗ ആർ യുവർ പാരൻസ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ദേ ആർ വെരി വെൽ. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കിട്ടും. അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ട്രീറ്റ് എന്നുള്ള ആൻസറാണ്. ഈ ആൻസറിന് ഉത്തരം ലഭിക്കാവുന്ന രീതിയിലുള്ള ഒരു ചോദ്യം ഉണ്ടാക്കണം. ദ ബസ് സ്റ്റോപ്പ് ഡാഷ് ദ ബസ് സ്റ്റോപ്പ്. അപ്പോൾ വാട്ട്, ഹൂ, വേർ, ഹൗ ഈ 4 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് നിങ്ങളിവിടെ ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉത്തരം ലഭിക്കും. അതേപോലെ ഈ 7 എണ്ണം ഇതുപോലെ ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഉത്തരം ആൻസർ കീ പോയി നോക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് വീണ്ടും പഠിക്കുക. കറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത പാഠത്തിലേക്ക് പോവുക. ഓക്കെ, റൈറ്റ് ദ ക്വസ്റ്റ്യൻ, റീഡ് ദ ആൻസേഴ്സ് ഫസ്റ്റ്. ക്വസ്റ്റ്യൻസ് എഴുതുക എന്നുള്ളതാണ്. ആദ്യം ആൻസർ എന്ത് ചെയ്യണം, വായിക്കണം. ഒന്നാമത്തെ ആൻസർ പോൾ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നെയിമാണ്. വാട്ട് ഈസ് യുവർ നെയിം, എന്താണ് നിങ്ങളുടെ പേര് എന്നാണ് ചോദ്യം വരുന്നത്. ഓക്കെ, രണ്ടാമത്തത് ഐ ആം മാരീഡ് എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും, അതിൻ്റെ ചോദ്യം എന്തായിരിക്കും, അതിൻ്റെ ഒരു ചോദ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ 9 എണ്ണം ഉണ്ട്. ഈ 9 എണ്ണം ചെയ്യുക. ആൻസർ കീ ചെക്ക് ചെയ്യുക. അഞ്ചാമത്തെ എക്സസൈസ് നോക്കൂ. റൈറ്റ് ഷോർട്ട് ആൻസേഴ്സ്. യെസ് ഐ ആം അല്ലെങ്കിൽ നോ ഹീസ് ഇറ്റ് എന്നിങ്ങനെയുള്ള ഷോർട്ട് ആൻസേഴ്സ് എഴുതുക. ആർ യു മാരീഡ്, അതിൻ്റെ ആൻസർ കൊടുത്തിട്ട് നോ ഐ ആം നോട്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ ആർ യു തേഴ്സ്റ്റി, ഇതിൻ്റെ ഷോർട്ട് ആൻസർ എന്തായിരിക്കും. ഇസ് ഇറ്റ് കോൾഡ് ടുഡേ, ഇതിൻ്റെ ഷോർട്ട് ആൻസർ എന്തായിരിക്കും. ആൻഡ് ആർ യുവർ ഹാൻഡ്സ് കോൾഡ്. ഓക്കെ, അതിൻ്റെ ഷോർട്ട്, ഇത് എല്ലാത്തിൻ്റെയും ഷോർട്ട് ആൻസറുകൾ നിങ്ങൾ എഴുതുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. എന്നിട്ട് ആൻസർ കീയിൽ പോയിട്ട് ആൻസർ ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാഠം ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. യൂണിറ്റ് 2 കഴിഞ്ഞു. ആം ഈസ് ആർ എന്നതിൻ്റെ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ അതിൻ്റെ പ്രസ്താവന രൂപങ്ങൾ പഠിച്ചു. രണ്ടാമത്തേൽ ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ അടുത്ത വീഡിയോയിൽ മൂന്നാമത്തേത് വളരെ വിശദമായിട്ട് വിശദീകരിക്കാം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. നമുക്ക് മൂന്നാമത്തെ പാഠം വീണ്ടും അടുത്ത വീഡിയോയിൽ മൂന്നാമത്തെ പാഠമായിട്ട് നമുക്ക് വരാം. നന്ദി, നമസ്കാരം.